താൻ ഇത്രയും കാലം വൺ സൈഡായി സ്നേഹിച്ചിരുന്ന പെണ്ണ് വീട് മാറിപ്പോകാൻ പോകുന്നു എന്ന് അറിഞ്ഞ വീരും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. ഓരോ ക്യാബിനിലും അവൻ ഹെർലിനെ തപ്പിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവൻ ഇങ്ങനെ ഓടി അവളെ തപ്പി നടക്കുന്നത് ഹെർലിൻ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് കാണുന്നുണ്ടായിരുന്നു. അവളും അവൻ കാണുന്ന രീതിയിൽ സീറ്റെല്ലാം മാറിയിരിക്കുന്നുണ്ട്. ഹെർലിനെ വീർ കാണുന്നുമുണ്ട്. അങ്ങനെ അവസാനമായിട്ട് ഒരു നോക്ക് കണ്ട് രണ്ടുപേരും വേർപിരിയാണ്. ഇതുവരെ അവര് തമ്മിൽ സംസാരിക്കാൻ മിണ്ടേ ഒന്നും ചെയ്തിട്ടില്ല. ഹെർലിന് തന്നെ ഇഷ്ടമാണോന്ന് പോലും വീറിന് അറിയില്ലായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞതും വീറിനെ ഹെർലിൻ ഇല്ലാന്ന് പറ്റില്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ കൂട്ടുകാരെല്ലാവരും കൂടി പൈസ പിരിച്ച് സഹായിച്ച് അവനും ഹെർലി ഉള്ള സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. എങ്ങനെയൊക്കെ എല്ലാവരോടും ചോദിച്ച് അവളുടെ അഡ്രസ്സ് കണ്ടുപിടിക്കുകയാണ്. അന്ന് ആ വീടിന്റെ ഫ്രണ്ടിലായിട്ട് അവൻ അവളെയും കാത്തിരിക്കുകയാണ്. കുളിച്ചു വന്ന ഹെർലിൻ ബാൽക്കണിയിലേക്ക് വന്നതും വീർ അവളെ കണ്ട് എഴുന്നേറ്റ് നിൽക്കാണ്. ഹെർലിനും അവനെ കാണുന്നുണ്ട്. ഹെർലിൻ വീറിനെ കണ്ടതും അവൾ ഷോക്കായി തിരിഞ്ഞു നിന്ന് ചിരിക്കുകയാണ്. വീറിനടുത്തേക്ക് ഹെർലിൻ തന്റെ അനിയനെയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അവന്റെ നേരെ പാസ് ചെയ്ത് പോയ അവളാന്ന് വെച്ചാല് അവളുടെ ഷാളിനുള്ളിലായിട്ട് മറച്ചു വെച്ചിരുന്ന ഒരു ചായ ഗ്ലാസ് എടുത്ത് പുറത്ത് വെക്കുന്നുണ്ട്. വീറിന് കട്ടൻ ചായ ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം ഹെർലിൻ എങ്ങനെയോ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അവൾ ആ ചായ അവിടെ വെച്ച് കണ്ണോണ്ട് അവനോട് അത് കുടിക്കാൻ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോകുന്നുണ്ട്. വീറും അവൾക്ക് വേണ്ടി എന്തോ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിക്കൊണ്ടാണ് അവൾ പോകുന്നത്. അന്നത്തെ ദിവസം ഫുള്ള് അവൻ തിരിച്ചു പോകാതെ ഹെർലിനെ കാണാൻ വേണ്ടി അവിടെ തന്നെ നിൽക്കാണ്. അവൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവനെ കാണാനായി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇതിന്റെ ഫുൾ മൂവി കാണാനായിട്ട് പറ്റും.